സങ്കീർത്തനം വായിക്കാൻ പോകണം. എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾ മിക്കവർക്കും ഈ സങ്കീർത്തനം കാണാപ്പാട് അറിയായിരിക്കും. 121 സങ്കീർത്തനമാണ്. രാവിലെ എഴുന്നേറ്റങ്ങ് വായിച്ചോളൂ. ഇത് വായിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. എല്ലാ ദിവസവും രാവിലെ ഈ സങ്കീർത്തനം ഒന്നെടുത്ത് വായിച്ച് നല്ല ഉറക്കം അങ്ങ് വായിച്ച് പവർ നേടി സ്റ്റാർട്ട് ചെയ്യട്ടെ. നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ ജോലി, ശുശ്രൂഷ എല്ലാം ഇതൊന്ന് വായിച്ച് ആരംഭിക്കും. ഇത് കാണാപ്പാടം പഠിക്കണം കേട്ടോ. 121 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിക്കാം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഈ പ്രാർത്ഥനയാക്കി വായിക്കണം. എങ്ങനെയാണെന്നറിയോ? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇനി അതുകൊണ്ട് പേഴ്സൺ ചേഞ്ച് ചെയ്ത് വായിക്കണം. നിന്റെ കാൽ വഴുതാൻ എന്നല്ല. അത് നമ്മൾ ആരോടെങ്കിലൊക്കെ പ്ലസ് ചെയ്യുമ്പോൾ അവർക്ക് ഈ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിത് ആശംസിക്കാം. ഇത് നമുക്ക് രാവിലെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് പ്രാർത്ഥനയാക്കി ഇങ്ങനെ വായിക്കണം. എൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. അവിടെ നിങ്ങളുടെ പേരൊക്കെ ചേർത്തങ്ങ് വായിച്ചു കേട്ടോ. 4ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ. എനിക്ക് തണലേകാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ എന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് എന്നെ കാത്തുകൊള്ളും. അവിടുന്ന് എൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് എൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും.